പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ആ, വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ എന്ത് ചോദിച്ചാലും അത് നൽകപ്പെടും. വിശ്വാസത്തോടെ ഈ മലയോട് കൽപ്പിച്ചാൽ, മരത്തോട് കൽപ്പിച്ചാൽ, കർത്താവ് ഒരു അത്യുന്നതത്തെ ശപിച്ചു എന്നല്ല, നിന്നിൽ നിന്ന് ഒരു നാളും ആരും ഫലം പറിക്കാതിരിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. അതിനെ തുടർന്ന് നമുക്ക് കാണുന്നത് പത്രോസ് പിറ്റേ ദിവസം അതിൽ വരുമ്പോൾ ആ അത്തി ഉണങ്ങിയതായിട്ട്. അപ്പൊ ആ ഉണങ്ങിയ അത്തിയെ കണ്ടപ്പോ പത്രോസ് പറഞ്ഞ കാര്യമാണ്, നീ ശപിച്ച അത്തി ഉണങ്ങി. അതിനോട് ചേർന്ന് കർത്താവ് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ ഞാൻ ഈ അത്തിയോട് ചെയ്തതിനേക്കാൾ വലിയ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പുതിയ നിയമസഭയുടെ നിൽപ്പ്, അല്ലെങ്കിൽ പുതിയ നിയമസഭ എന്ന് പറയുന്നത്, പുതിയ നിയമം എന്ന് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ അല്ലെങ്കിൽ ലേഖനങ്ങളിലൂടെ മാത്രം കാണുന്നതാണ് പുതിയ നിയമത്തിന്റെ യഥാർത്ഥ ഉപദേശം. എന്നാൽ യേശു പറഞ്ഞത് നിശ്ചയമായിട്ടും യേശു പറഞ്ഞതിനെയും നമ്മുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. എന്നാൽ കൂടുതൽ പ്രാധാന്യത്തോടെ കാണേണ്ടത് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്തിന് ശേഷം അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് നൽകിയ ആലോചനയാണ് പുതിയ നിയമസഭയുടെ ഉപദേശം. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നത്. നമ്മുടെ റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ വിശ്വാസമുള്ള നീതീകരണത്തെ പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത് 1-ാം അധ്യായത്തിൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ വിശ്വാസത്തെക്കുറിച്ച് റോമാലേഖനത്തിൽ തന്നെ പറയുന്ന ഒരു വാക്യമുണ്ട്, 10-ാമത്തെ 17-ാം വാക്യം. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലുമാണ്. അപ്പൊ ഒരുവന്റെ ഉള്ളിൽ വിശ്വാസം പണിയണമെങ്കിൽ അവന്റെ അകത്ത് കേൾക്കേണ്ടതായിട്ടും, അപ്പൊ അവൻ എന്തിനെ കേൾക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിശ്വാസം വളരുന്നത്. അപ്പൊ പഴയ നിയമത്തിലെ തിരുവെഴുത്തുകൾ എന്നാണ്, സ്ക്രിപ്ചർ എന്നാണ് പഴയ നിയമത്തിൽ പറയുന്നത്. പുതിയ നിയമത്തിലെ വേർഡ് ഓഫ് ഗോഡ്. ആ രണ്ട് വ്യത്യാസത്തിൽ നമുക്ക് രണ്ട് ദൈവവചനമാണ്, ഒരു പദപ്രയോഗം എന്നുള്ളതേ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന ലേഖനങ്ങളിൽ കാണുന്ന വചനത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് വിശ്വസിക്കുമ്പോൾ നീതീകരിക്കുന്ന ദൈവം. റോമാലേഖനം അതിന് 3-ാം അധ്യായം 23-ാം വാക്യം പറയുന്ന, ഒരു വ്യത്യാസവും എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായിരുന്നു. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്, വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്ന ദൈവം. ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ അവനെ നീതീകരിക്കുന്നവനായ ദൈവം. അതായത് ആദാം മുതലുള്ള മനുഷ്യര് പാപത്താൽ, ആദാമിന്റെ പാപമാണ് കാരണം. ആദാം പാപം ചെയ്തു. ആദാമിൽ നിന്ന് ജനിച്ച തലമുറകളെല്ലാം നശിച്ചുകൊണ്ടിരുന്നു. കാരണം ആദാമാകുന്ന മരണത്തിന് വിധേയപ്പെട്ട ഒരുവനിൽ ജനിച്ചതുകൊണ്ട്. അതുകൊണ്ട് മരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ട്, അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ നമുക്കറിയാം, യേശുക്രിസ്തുവിലൂടെ ജീവന് വേണ്ടി കൊടുത്തിരുന്ന ന്യായപ്രമാണത്തെ മാറ്റി ജീവന് വേണ്ടി വിശ്വസിക്കുക എന്ന പ്രമാണത്തിലേക്ക് വന്നു. വിശ്വസിക്കുക, നമ്മൾ വിശ്വസിക്കാനായിട്ട് വിളിക്കപ്പെട്ടത്. നമ്മുടെ മേലൊരു വിളി കിടപ്പുണ്ട്, അത് മറക്കരുത്. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ ഉറപ്പാക്കണം. എൻ്റെ മേലൊരു വിളിയുണ്ട്, ആ ബോധ്യം നമ്മുടെ അകത്തുണ്ടാകണം. നമുക്ക് 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളു, എങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകത്തില്ല, വീണു പോകത്തില്ല. അവിടെ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അവിടെ തെറ്റിപ്പോകാനുള്ള കാരണമായിട്ട് പറയുന്നത് നിങ്ങളുടെ വിളിയെക്കുറിച്ചും നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുമുള്ള ബോധ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. Therefore, brothers, be all the more diligent to make your calling and election sure. For if you practice these qualities, you will never fall. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ. 2 Peter chapter 1 verse 10. അപ്പൊ ആ വിളിയും തെരഞ്ഞെടുപ്പ് ബോധ്യമില്ലാത്ത വ്യക്തി വീണുപോകും, ഇടറിപ്പോകും. അപ്പൊ വിളിയുടെയും തെരഞ്ഞെടുപ്പിന്റെയും ബോധ്യം എന്ന് പറയുന്നത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തില് നമ്മളെ കർത്താവ് വിളിച്ച വിളിയെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെ കുറിച്ചുമുള്ള ബോധ്യം, ആ ബോധ്യം
നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിന്റെ ചുവടുകളെ ബാധിക്കുന്നതാണ്, സ്വാധീനിക്കുന്നതാണ്. നമുക്ക് വിളിയെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെ കുറിച്ചും ബോധ്യമില്ലാതെ വരുമ്പോൾ നമ്മൾ അസംതൃപ്തരാകും നമ്മുടെ ജീവിതത്തിൽ. കാരണം നമ്മൾ ചുറ്റുപാടുകളെ നോക്കിയിട്ട് അവരെ വെച്ച് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തും. അവരെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളെങ്ങും എത്തിയിട്ടില്ല, നമ്മളൊരു പരാജയമാണ്, നമ്മുടെ ജീവിതത്തിൽ ആകെ പ്രയാസത്തിലാണെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അത് എവിടെയാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഉറപ്പില്ലാതെ ഇരിക്കുമ്പോഴാണ്. നമ്മുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പൂർണ്ണമായ ബോധ്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആ വിളിയും തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ബോധ്യം നമ്മുടെ അകത്തൊരു ഷ്യൂർട്ടി, ഉറപ്പ് കൊണ്ടുവരും. എന്നെ ദൈവം വിളിച്ചാക്കിയ സ്ഥലത്താണ് ഞാൻ ആയിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഞാൻ പരാജയപ്പെടത്തില്ല. എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന വിളിയിലാണ് ഞാൻ, അതുകൊണ്ട് ഒരു കാര്യവും എന്റെ ജീവിതത്തിന്റെ പരാജയത്തിന് കാരണമാവുകയില്ല എന്ന ബോധ്യം എൻ്റെ അകത്തുണ്ടായിരിക്കും. അങ്ങനെ വിളിയും തെരഞ്ഞെടുപ്പിനെ ഉറപ്പാക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും നശിച്ചുപോകില്ല. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വളരെയേറെ പ്രാധാന്യത്തോടെ നിങ്ങളെ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് ഇവിടെ അല്ലേ. നിങ്ങളുടെ കോളിംഗ് ആൻഡ് എലക്ഷൻ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഉറപ്പ് വരുത്തും. അപ്പൊ നമ്മുടെ മേൽ കിടക്കുന്ന വിളി എന്ന് പറയുന്നത് വലിയ ഒരു വിളിയാണ്. അതായത് പുത്രനോടുള്ള കൂട്ടായ്മയിലേക്ക് നമ്മൾ വിളിച്ചിരിക്കും. അപ്പൊ വിളിയെക്കുറിച്ച് നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ ചിന്തിച്ചത് റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നമ്മൾ ചിന്തിച്ചത്. അവിടെ വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും. റോമാലേഖനം 8:30. മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കും. And those whom he predestined, he also called. And those who he called, he also justified. And those who is justified, he also glorified. അവിടെ and those whom he predestined, മുൻ നിയമിച്ചു, and also called, വിളിച്ചു, and those whom he called, he also justified, നീതീകരിച്ചു, and glorified. അപ്പൊ അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് മുൻ നിയമിച്ചു, വിളിച്ചു, അടുത്ത് പറയുന്നത് നീതീകരിക്കുക. ഇവിടെ നീതീകരണം എന്ന് പറയുമ്പോൾ എന്താണ് നീതി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു വ്യക്തിയുടെ പാപത്തിന് ക്ഷമ കൊടുക്കുക എന്ന് പറയുന്നത് ക്ഷമയാണ്. ക്ഷമിച്ചു. ആ വ്യക്തി തെറ്റുകാരനാണ്, തെറ്റ് ചെയ്തവനാണ്, ഇത് തെറ്റ് ചെയ്തു, പക്ഷെ എന്റെ മഹാമനസ്കത കൊണ്ട് ഞാനങ്ങ് ക്ഷമിക്കുക. നമുക്കറിയാം, കർത്താവ് ഒരു ഉപമ പറഞ്ഞു. അവര് യജമാനന് പണം കൊടുക്കാൻ. യജമാനൻ പറഞ്ഞു അവനെയും അവനുള്ള മക്കളെയും ഭാര്യ എല്ലാവരും വിറ്റ് കടമടയ്ക്കാം. അവൻ യജമാനനോട് അപേക്ഷിച്ചു, യജമാനെ ക്ഷമിക്കണം, ഞാൻ എല്ലാം തന്നു തീർക്കാം. പക്ഷെ യജമാനൻ ഒരു കാര്യം ചെയ്തു, തന്നു തീർക്കണ്ട, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് ക്ഷമിച്ചു. ആ ക്ഷമിക്കപ്പെട്ടവനായ ദാസൻ ഇറങ്ങി തന്റെ വഴിക്ക് പോകുമ്പോൾ തന്നോട് കടപ്പെട്ടതായ ഒരുവനെ കാണും. തന്നോട് കടപ്പെട്ട ഒരുവനെ കണ്ടപ്പോൾ അവനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, എനിക്കിപ്പൊ തന്നെ പണം. അവൻ പറഞ്ഞു, എനിക്കില്ല, എന്നോട് ക്ഷമിക്കണം. അവൻ പറഞ്ഞില്ല, സാധ്യമല്ല, എനിക്കിത് തന്നു തീർത്തില്ലെങ്കിൽ ഞാൻ നിന്നെ തടവിലാക്കും എന്ന് പറയുകയും അവനെ തടവിലാക്കുകയും ചെയ്തു. അപ്പൊ സംഭവിച്ച കാര്യം, ഇവന്റെ സ്നേഹിതന്മാർ സംഭവിച്ചതൊക്കെയും കണ്ടിട്ട് യജമാനനോട് ചെന്ന് പറഞ്ഞു. യജമാനൻ ഇവനെ പിടിച്ച് അവനോട് ചോദിച്ച ചോദ്യം, ഞാൻ നിന്റെ കടമടച്ചു തന്നപ്പോ നീ നിന്റെ കൂട്ടുദാസനോടും കടമടച്ചു കൊടുക്കണ്ടായിരുന്നു, നീ എന്താ ഇങ്ങനെ ചെയ്തത് എന്ന് ഉള്ള പ്രസ്താവനയോടുകൂടെ അവനെയും തടവറയിലാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്ന അർത്ഥം എന്താണ്? ക്ഷമിക്കപ്പെട്ടത് വീണ്ടും എന്ത് ചെയ്യപ്പെടാം? വീണ്ടും അത് വെളിപ്പെടുത്തപ്പെടാം, വീണ്ടും അതിന് ശിക്ഷ വിധിക്കപ്പെടാം. കാരണം തെറ്റായിട്ട് തന്നെ നിൽക്കുന്നു, ക്ഷമിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല അർത്ഥമാക്കുന്നത്. നീതീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്ത വ്യക്തിയെ തെറ്റ് ചെയ്യാത്ത ഒരുവനെ പോലെ കൺസിഡർ ചെയ്യുന്ന അവസ്ഥയുടെ പേരാണ് നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നത്. ഇവിടെ
കർത്താവ് പറയുന്നത്, ഇവിടെ ദൈവജനത്തിൽ പറയുന്നത്, മുന്നറിഞ്ഞവരെ വിളിച്ചവരെ നീതീകരിച്ചു. അപ്പൊ നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നത് നീതീകരണം. അത് കർത്താവിന്റെ പദ്ധതിക്കകത്തുള്ള നീതീകരണം. ക്ഷമിക്കുക എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ക്ഷമയും പുതിയ നിയമത്തിൽ നീതീകരണം. അപ്പൊ പഴയ നിയമത്തിൽ അവരെ യാഗമർപ്പിക്കും, അവർക്ക് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ. എന്നാൽ നമുക്ക് ലഭിച്ചത് ക്ഷമയല്ല, നീതീകരിക്കപ്പെടുക. എന്ന് പറഞ്ഞാൽ നാം തെറ്റ് ചെയ്തിട്ടില്ലാത്തവരെ പോലെ കൺസിഡർ ചെയ്യപ്പെടും. അതെങ്ങനെയാണ് അങ്ങനായി തീരുന്നത്? ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ തെറ്റല്ലേ? തെറ്റ് ചെയ്തൊരു വ്യക്തിയെ തെറ്റ് ചെയ്യാത്ത ഒരാളെ പോലെ എങ്ങനെയാ കൺസിഡർ ചെയ്യുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പലയിടങ്ങളിലും ശമ്പള വർധനവ് തരുമ്പോൾ മുൻകാല പ്രാബല്യത്തോടെ എന്നൊരു വാക്ക് ചേർക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന ജൂൺ മാസം ശമ്പളം വർദ്ധിപ്പിക്കുന്നു. മാർച്ച് മാസം മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ എന്ന് പറയുമ്പോൾ ആ മാർച്ച് മാസം മുതൽ ഉള്ള ആ ശമ്പളത്തെ ഈ ഒരു എമൗണ്ട് ആയിട്ട് കണക്കിടും. അപ്പൊ ഇവിടെ പാപം ചെയ്യാത്തവരായിട്ട്, പാപം ചെയ്തിട്ടില്ല എന്ന നിലയിൽ അവരെ കൺസിഡർ ചെയ്യാൻ കാരണം എന്താണ്? നീതീകരിക്കപ്പെടാൻ കാരണം എന്താണ്? നീതീകരിക്കപ്പെടാനായിട്ട് ഒറ്റ കാരണം, യേശുക്രിസ്തുവിലൂടെ സംഭവിച്ച ഒരു കാര്യം. അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നീതീകരണത്തിന്റെ യഥാർത്ഥ ബോധ്യം നമ്മളകത്തുണ്ടാകുന്നത്. നമുക്ക് റോമാലേഖനത്തിന്റെ തന്നെ 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, Romans chapter 10 verse 4. For Christ is the end of the law for righteousness to everyone who believes. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകും. അപ്പൊ ക്രിസ്തുവിൽ ന്യായപ്രമാണം അവസാനിച്ചു. ന്യായപ്രമാണം ഇല്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ആരും നീതീകരിക്കപ്പെടുന്നുമില്ല. വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. ഇപ്പൊ ന്യായപ്രമാണം അവസാനിച്ചു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് അവസാനിച്ചത് എന്ന് മനസ്സിലാക്കണം. അതിന്റെ റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ അതിന്റെ 10-ാമത്തെ വാക്യം, അവിടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്: സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല, ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവർത്തി തന്നെ. റോമൻസ് ചാപ്റ്റർ 13 വേഴ്സ് 10. Love does no wrong to a neighbor. Therefore, love is the fulfilling of the law. ന്യായപ്രമാണം എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ ഫുൾഫില്ലിംഗ്, ന്യായപ്രമാണത്തിന്റെ നിവർത്തി. അപ്പൊ എന്താണ് സംഭവിച്ചത്? യേശു പറഞ്ഞു, ഞാൻ വന്നത് ന്യായപ്രമാണത്തെ നീക്കാനല്ല, നിവർത്തിപ്പാൻ. ഫുൾഫില്ലിംഗ് ദ ലോ. ലവ് ഈസ് ദ ഫുൾഫില്ലിംഗ് ഓഫ് ദ ലോ. അപ്പൊ ന്യായപ്രമാണത്തിന്റെ എൻഡ്, സ്നേഹം വെളിപ്പെട്ടതോടുകൂടി ന്യായപ്രമാണത്തിന് മൂല്യമില്ലാതെയായി. അതായത് ന്യായപ്രമാണം കൊടുത്തത് ഇൻസ്ട്രക്ഷൻസ് ആണ്, ചെയ്യണമെന്ന കൽപ്പനയാണ് ന്യായപ്രമാണം കൊടുത്തത്. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ വന്നത് അവയ്ക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി ഉണ്ടാകാനായിട്ട്. ന്യായപ്രമാണം ഇൻസ്ട്രക്ഷൻ കൊടുത്തപ്പോ യേശു ജീവൻ നൽകി. അപ്പൊ ന്യായപ്രമാണം നൽകിയ ഇൻസ്ട്രക്ഷൻ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു, എന്നാൽ ചെയ്യേണ്ട വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ യേശു തന്ന ജീവനിലൂടെ ഉണ്ടായ ഗുണം, നമ്മിൽ വസിക്കുന്നത് യേശുവിന്റെ ജീവനാണ്. അതുകൊണ്ട് ഇനി നാം നയിക്കപ്പെടുന്നത് നമ്മിൽ വസിക്കുന്ന അവന്റെ ജീവനാലാണ്. അതുകൊണ്ട് ന്യായപ്രമാണത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ നമ്മിൽ വസിക്കുന്ന ജീവനാൽ സാധ്യമാവുകയാണ്. ആമേൻ. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം പറയുന്നത്, ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാണ്. ഇവിടെ ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിന്റെ ആ വാക്യം റോമാലേഖനത്തിന്റെ 4-ാം അധ്യായത്തില് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ന്യായപ്രമാണത്തെക്കുറിച്ച്. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ
14 വാക്യം, റോമൻസ് 5:14. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിനു തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. ആദാം മുതൽ മോശ വരെ മരണം. എന്നാൽ അതിന്റെ 13 വാക്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. 14 വാക്യത്തെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചിന്തിച്ചു. 13 വാക്യം, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. അപ്പൊ ന്യായപ്രമാണം ഉള്ളത് വരെ പാപമുള്ളൂ. ന്യായപ്രമാണത്തെ യേശുക്രിസ്തു നിവർത്തിച്ചു. അതാണ് വചനം പറയുന്നത്. അപ്പോഴിപ്പോ എന്തില്ല? ന്യായപ്രമാണം ഇല്ല. ന്യായപ്രമാണം ഉള്ളിടത്തോളം അവിടെ പാപമുണ്ട്. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. അപ്പൊ പാപത്തെ കണക്കിടുന്നില്ല. അത് ന്യായപ്രമാണമില്ല. അതായത് യേശുക്രിസ്തുവോട് സംഭവിച്ചത് ന്യായപ്രമാണം മാറി. ഇനി ന്യായപ്രമാണമില്ല. എന്നാൽ ന്യായപ്രമാണം ഇല്ലാത്തത് കൊണ്ട് ന്യായപ്രമാണത്തിൽ എഴുതിയെല്ലാം തെറ്റാണോ? അല്ല. ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളുമല്ല. അത് അങ്ങനെ തന്നെയാണ് വചനം പറയുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ തന്നെ വചനത്തിൽ പറയുമ്പോൾ ന്യായപ്രമാണത്തെ കുറിച്ച് പറയുന്നത് 7-ാം അധ്യായത്തില്, റോമാലേഖനം 7-ാം അധ്യായത്തില് അത് വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് അവിടെ വായിക്കാനായിട്ട് സാധിക്കും. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. ന്യായപ്രമാണം പാപത്തെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ടിടയായി. അതുകൊണ്ടാണ് 7-ാമത്തെ വാക്യം മുതൽ വായിക്കാം. ആകയാൽ നാം എന്തു പറയണ്ടു? ന്യായപ്രമാണം പാപമെന്ന് ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താലല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ല. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹങ്ങൾ ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകും. അപ്പൊ ന്യായപ്രമാണമില്ലെങ്കിൽ പാപത്തിന് ശക്തിയില്ല. യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിലൂടെ സംഭവിച്ചത് പാപത്തിന്റെ ന്യായപ്രമാണമാണല്ലോ പാപത്തെ ഡിഫൈൻ ചെയ്തത്. എന്നാൽ യേശുവിന്റെ മരണപുനരുത്ഥാനത്തോടെ ന്യായപ്രമാണം മാറി. ന്യായപ്രമാണം മാറിയതോടുകൂടെ പാപം ഇല്ലാതെയായി. എന്നാൽ പാപമില്ലാതെയായി എന്നതുകൊണ്ട് നാം ചെയ്യുന്ന എല്ലാ തെറ്റുകളും പാപമല്ല എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കുക. യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തോടെ പാപം എന്ന് പറയുന്നതിനെ എടുത്തു മാറ്റി. യെസ്. പക്ഷേ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ ആത്മാവ് സദാകാലം മനുഷ്യനോട് വാദിക്കുകയില്ല, മനുഷ്യൻ ജഡം തന്നെയാണ്. എന്നാൽ 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം പറയുന്നു, മനുഷ്യന്റെ ഹൃദയം നിരൂപണമൊക്കെയും ദോഷമുള്ളതെന്ന് ദൈവം കണ്ടു. അപ്പൊ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോഴും ദോഷമുള്ള പ്രവൃത്തികൾ ദോഷമാണ്. അതായത് ന്യായപ്രമാണം ഇല്ലാത്തതുകൊണ്ട് പാപത്തിന്റെ ബലം, പാപത്തിന്റെ ശക്തി ന്യായപ്രമാണമാണ്. ന്യായപ്രമാണം ഇല്ലാത്തപ്പോൾ പാപം നിർജീവമാണ്. ന്യായപ്രമാണം ഇല്ലാത്തടത്ത് പാപം കണക്കിടുന്നില്ല എന്ന വാക്യങ്ങളെ വായിക്കുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്തതുകൊണ്ട് എന്ത് പാപവും ചെയ്യാമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നുകിൽ ന്യായപ്രമാണത്തിനടിമ, അല്ലെങ്കിൽ ആത്മാവിനടിമ, പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടണം. അതാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്. നിങ്ങൾ ആത്മാവിലെ നടത്തപ്പെടുന്നുവെങ്കിൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല. ആത്മാവിലെ നടത്തപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. അപ്പോൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ലാതെ ആകണമെങ്കിൽ നിങ്ങൾ ആത്മാവിലെ നടത്തപ്പെടണം. ഇപ്പൊ ന്യായപ്രമാണമില്ല, അതുകൊണ്ട് പാപമില്ല, അതുകൊണ്ട് എനിക്ക് എങ്ങനെ ജീവിക്കാം? അല്ല. വചനം ഗലാത്യ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. അങ്ങനെയാണ് വചനം പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഗലാത്യ ലേഖനത്തിന്റെ തന്നെ 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളുമല്ല. ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ അത് നീതിക്ക് ആധാരമാകുന്നത്. അപ്പൊ അവിടെ വ്യക്തമായിട്ട് പറയുന്നത്, ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണത്തിന് ജീവിപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, 2 കൊരിന്ത്യർ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അങ്ങനെയാണ് വചനത്തിൽ വ്യക്തമായിട്ട്, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ആത്മാവിന്റെ പ്രത്യേകത ജീവിപ്പിക്കുന്നതാണ്. അക്ഷരം എന്ത് ചെയ്യുന്നു? കൊന്നുകളയുന്നു. അതാണ് വചനത്തിൽ പറയുന്നത്. അപ്പൊ അവിടെ നമ്മുടെ ജീവിതത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആത്മാവിനാൽ നാം നയിക്കപ്പെടുക.
ആത്മാവിൽ നയിക്കപ്പെടുന്നിടത്ത് ജീവനാണ് വെളിപ്പെടുന്നത്. യെസ്. അപ്പൊ ന്യായപ്രമാണത്തിന് കീഴല്ലാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മാവിലെ നടത്തപ്പെടും. അവിടെയാണ് നാം നീതീകരിക്കപ്പെട്ടു എന്നതിന്റെ പ്രസക്തി വരുന്നത്. എങ്ങനെയാണ്? ആത്മാവിനെ തന്ന് നമ്മെ നീതീകരിച്ചു. അതായത് നാം പാപമില്ലാത്തവരെന്ന ഗണത്തിലായി തീർന്നത് നാം പാപം ചെയ്തിട്ടും വീണ്ടും വീണ്ടും പാപം ചെയ്തുകൊണ്ടേ തുടരാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് കാണരുത്. അതിന് പകരമായിട്ട് ഞാൻ ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവനല്ല എന്ന് പറയണമെങ്കിൽ ആത്മാവിനാൽ നടത്തപ്പെടുന്നവനാണ്. പ്രൈസ് ഗോഡ്. അപ്പോ ഞാൻ നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? ഞാനിപ്പോൾ ആത്മാവിനാൽ നടത്തപ്പെടുന്നു. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ശരികളും തെറ്റുകളും അരുതുകളും ചെയ്യാവുന്ന കാര്യങ്ങളുടെ പട്ടിക നോക്കിയല്ല ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സകല സത്യത്തിലും വഴി നടത്തുന്നത് കൊണ്ട് യെസ്, എനിക്ക് തെറ്റിപ്പോകാൻ സാധ്യമല്ല, ഞാൻ തെറ്റിപ്പോവുകയുമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്തവരെ പോലെ കൺസിഡർ ചെയ്യുക. എങ്ങനെയാണ്? ന്യായപ്രമാണത്തിന് നമ്മുടെ മേൽ അധികാരമില്ല എന്ന തിരിച്ചറിവോടുകൂടെ ഒരുവൻ ആത്മാവിൽ നടത്തപ്പെടുക. എവിടെയാണത്? എവിടെയാണോ ഒരു വ്യക്തി ആമേൻ ദൈവ സ്നേഹത്തെ തിരിച്ചറിയുന്നത്? യെസ്, ഐ ആം ലവ്ഡ് ബൈ ഗോഡ്. ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടിരിക്കുക. ദൈവം എന്നെ സ്നേഹിക്കുകയാണ്. യെസ്, ആ സ്നേഹത്തിന്റെ ഉള്ളിൽ കട്ടപ്പെട്ടവനായി കിടക്കുന്നതുകൊണ്ട് എനിക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല. ഞാൻ പാപം ചെയ്യാതിരിക്കുന്നത് ന്യായപ്രമാണം ഉള്ളത് കൊണ്ടല്ല, ന്യായപ്രമാണത്തെ ഭയന്നിട്ടല്ല, ശിക്ഷയെ ഭയന്നിട്ടല്ല. ന്യായപ്രമാണം ചെയ്യാതിരിക്കുന്നത്, പാപം ചെയ്യാതിരിക്കുന്നത്, പാപം ചെയ്യാൻ കഴിയാത്തവണ്ണം ആത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നു, നിയന്ത്രിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ ഒരു ജീവിതത്തിലേക്കാണ് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. പുത്രനോടുള്ള കൂട്ടായ്മയിലേക്ക്. 1 കൊരിന്ത്യർ ലേഖനം 1:9. അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അതേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ന്യായപ്രമാണമില്ല, കൽപ്പനകളില്ല. യേശു ക്രിസ്തുവിൽ കൽപ്പനകൾ അവസാനിച്ചു, ന്യായപ്രമാണം അവസാനിച്ചു. എന്നാൽ അവൻ അതിലും അപ്പുറമായി, അതിലും അതീതമായി. ന്യായപ്രമാണം അശുദ്ധമെന്ന് ഒരു നാളുമല്ല, വിശുദ്ധമാണ്. ന്യായപ്രമാണം ദൈവകൽപ്പനയ്ക്ക് വിരോധമാണ്, ദൈവകൽപ്പനയ്ക്ക് വിരോധം അല്ല, ദൈവഹിതത്തിന് വിരോധം അല്ല. ന്യായപ്രമാണം വിശുദ്ധമാണ്, ന്യായപ്രമാണം യോഗ്യമാണ്, ന്യായപ്രമാണം ശരിയാണ്. പക്ഷേ ഇന്ന് ഞാൻ നടത്തപ്പെടുന്നത് ആ ശരിയാണെന്ന് എഴുതപ്പെട്ട ന്യായപ്രമാണത്താലല്ല, ശരിയായവനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലായതുകൊണ്ടാണ് ഞാൻ ആത്മാവിലായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നീതീകരിക്കപ്പെട്ടത് ന്യായപ്രമാണം ഇല്ലാത്തത് കൊണ്ട് തന്നെ നാം നീതീകരിക്കപ്പെട്ടവരാണ്. തെറ്റ് ചെയ്യാത്തവരെ പോലെ കൺസിഡർ ചെയ്യപ്പെടുന്നു. എന്നാൽ ഹല്ലേലൂയ, അത് തെറ്റ് ചെയ്യാനുള്ള ഫ്രീഡം അല്ല, പകരമായി ആത്മാവിനാൽ നയിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഉള്ളവർ അല്ല. യെസ് പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സക്സസ് ആയി, ഏറ്റവും പവർഫുൾ ആയിട്ട് ജീവിക്കാനായിട്ട്, ഏറ്റവും അനുഗ്രഹത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് നൽകപ്പെട്ട ഒരു മാർഗമാണ് ആത്മാവിൽ നയിക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ജീവിതത്തിലെ വിജയം അതായിരുന്നു. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കേ, യേശു ജനിച്ചത് ആത്മാവിലാണ്. യേശു ആത്മാവിൽ നിറഞ്ഞു, യേശു ആത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞു, യേശു ആത്മാവിൽ നയിക്കപ്പെട്ടു, യേശു ആത്മാവിനാൽ മരിച്ചു, യേശു ആത്മാവിനാൽ ഉയർത്തെഴുന്നേറ്റു. അതെ, അവൻ ആത്മാവിൽ ഇന്നും ജീവിക്കുന്നു, നമ്മിൽ വസിക്കുന്നു. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ജീവിത വിജയം ആഗ്രഹിക്കുന്നെങ്കിൽ ന്യായപ്രമാണം അനുസരിക്കുക അല്ല വേണ്ടത്, ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണ് വേണ്ടത്. ഓരോ നാളും, എവ്രിഡേ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി, അതെ ഹല്ലേലൂയ, ആത്മാവിനാൽ നമ്മുടെ ജീവിതത്തെ ഷേപ്പ് ചെയ്യാനായിട്ട്, ആത്മാവിനെ നമ്മുടെ ജീവിതത്തെ ഒരുക്കിയെടുക്കാനായിട്ട്, ആത്മാവിനെ നമ്മുടെ ജീവിതത്തെ പണിതെടുക്കാനായിട്ട് നിങ്ങൾ എത്രത്തോളം ജാഗ്രതയുള്ളവരായിരിക്കുന്നു, അത്രത്തോളം നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ സിസ്റ്റത്തിന്റെ അകത്തുപെടാതെ, ലോകമെന്ന് പറയുമ്പോൾ ഭൂമി എന്ന ജിയോഗ്രാഫിക്കലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, ഭൂമിയുടെ സിസ്റ്റം, ലോകത്തിന്റെ സിസ്റ്റം. ഇന്ന കാര്യം ചെയ്താൽ ഇങ്ങനെ വരും, അങ്ങനത്തെ കാര്യം, ഇന്ന കാര്യം ചെയ്താൽ രോഗം വരും, ഇന്ന കാര്യം ചെയ്താൽ ഇന്ന പ്രായം കഴിഞ്ഞാൽ മനുഷ്യന് ഇന്ന രോഗങ്ങൾ ഉണ്ടാകും.
ആ ഇന്ന രോഗം വന്ന് ഇന്ന ദിവസം കഴിഞ്ഞാൽ മരിച്ചു പോകും, ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, സിസ്റ്റം. സാമ്പത്തികമായ വിഷയം വന്നു കഴിഞ്ഞാൽ അവർ മുഴുവൻ തകർന്നു പോകും. ഈ സിസ്റ്റത്തെ മാറ്റുന്ന ഒരു തലത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. എപ്പോഴാണെന്നറിയാമോ? ഹല്ലേലൂയ, ആത്മാവിനെ നയിക്കപ്പെടുന്നു. യെസ്, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ, ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ അതെ നിങ്ങൾക്കൊരു ജയകരമായ ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന ബോധ്യത്തോടുകൂടെ അതെ ആത്മാവിനോട് ചേർന്ന് നടക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ആ ജീവിത അനുഭവത്തിലേക്ക് അവരെ കർത്താവ് തന്നെ, കർത്താവിൻ്റെ ആത്മാവ് ആമേൻ ഹല്ലേലൂയ വഴി നടത്താനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാപത്താൽ വന്ന രോഗം, ശാപം, ദാരിദ്ര്യം സകലതും യേശു ക്രൂശിൽ ജയിച്ചു എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ജീവിതത്തിന്റെ ഓരോ ചുവടുകളിലും മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവെ ഇവരെ സഹായിക്കണമേ. എവിടൊക്കെ അവരുടെ ജീവിതത്തിനകത്ത് അവര് ഭീതിയോടെ, ഭയത്തോടെ അടിമത്വത്തിൽ കിടക്കുന്നു, ആ അടിമത്വത്തിൽ നിന്ന്, ആ ഭീതിയിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. അവിടെ അകത്ത് ജീവൻ വെളിപ്പെടട്ടെ. സാഹചര്യങ്ങളെ മാറ്റുന്ന ദൈവമഹത്വം വെളിപ്പെടട്ടെ. അവരുടെ അഡ്രസ്സിനെ മാറ്റുന്നത് പോലെ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്നതിനായിട്ട് കുടുംബങ്ങളായി, വ്യക്തികളായിട്ട് അവരെ അനുഗ്രഹിക്കണം. ശാരീരികമായുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായ വിടുതൽ അവരിൽ ഉണ്ടാകട്ടെ. മനസ്സിന്റെ എല്ലാ കുറ്റബോധങ്ങളിൽ നിന്ന് അവരെ പുറത്തു വരട്ടെ. ക്രിസ്തുവിൽ അവർ ജീവിക്കുന്ന ബോധ്യത്തോടുകൂടെ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നവരായി മുന്നോട്ട് കുതിപ്പാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഹത്വം മറക്കപ്പെട്ട കുഞ്ഞാൻ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതേ പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണമില്ലാത്തതുകൊണ്ട് പാപമില്ല. ന്യായപ്രമാണമാണ് പാപത്തിന് ജീവൻ. ന്യായപ്രമാണമില്ലാത്തടത്ത് പാപത്തെ കണക്കെടുത്തില്ല. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ വായിക്കുമ്പോൾ ന്യായപ്രമാണമില്ല, അതുകൊണ്ട് എനിക്ക് എങ്ങനെയും ജീവിക്കാം അല്ല. നിങ്ങൾ ആത്മാവിൽ നടത്തപ്പെടുന്നുവെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ആ വാക്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. യെസ്, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ബോധ്യത്തോടു കൂടി ജീവിക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം അനുഗ്രഹമായിരുന്നു എന്ന് നിശ്ചയമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. ഒപ്പം ഈ പ്രോഗ്രാമിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കാൻ ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ഞങ്ങളുടെ പുസ്തകങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി വിശ്വസിക്കാൻ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുവാനും ഞങ്ങളും ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.